കുറച്ചു നാളെ എല്ലാവരും അവളെ കുറ്റം പറയും. പിന്നെ ഈ കുറ്റം പറഞ്ഞവരെല്ലാം അവളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. അതെങ്ങനെയാണെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല പ്രതാപ. അത് ശരിയാ ചേച്ചി. എത്രയോ കൊടികെട്ടിയോമാരെ നമ്മൾ പുഷ്പം പോലെ ഒതുക്കിയിരിക്കുന്നു. പക്ഷേ ഈ കുഗ്രാമത്തിൽ നിന്ന് വന്ന പാർവതി ഒതുക്കാൻ പറ്റുന്നില്ലല്ലോ ചേച്ചി. പാർവതിയെ ഞാനൊരു സാധാരണക്കാരിയായി കണ്ടതാ എന്റെ തെറ്റ്. പ്രതാപ, പിന്നെ ഒരു ആശ്വാസമുള്ളത് വിശാലിന് ഇപ്പോഴും അവളെ വെറുപ്പാണ്. ആ വെറുപ്പ് നമ്മൾ ഊതി ഊതി കത്തിക്കണം. അതൊരു അഗ്നിപർവ്വതമായി മാറണം. അതിന്റെ ലാവയില് അവര് രണ്ടുപേരും രണ്ട് പാത്രമാവണം. ഞാനിതിൽ നിന്നൊരു ഗുണപാഠം പഠിച്ചു ചേച്ചി. ചേച്ചി പറയുന്ന പോലെ ശത്രുക്കൾ എത്ര ചെറിയവരായാലും അവറ്റകളെ നിസാരക്കാരായി കാണരുത്. അതെ, അതൊരൊന്നൊന്നര ഗുണപാഠം തന്നെ. പക്ഷേ പഠിച്ച പാഠം മാറിപ്പോയി. വിശാലിന് പാർവതിയോടുള്ള എല്ലാ വെറുപ്പും പോയി. നിങ്ങൾ വീണ്ടും ലേറ്റാന്നേ. ഇനി അവരെ പിരിക്കാന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. നീ എന്താ പറഞ്ഞത്? വിശാലും പാർവതിയും വീണ്ടും ഇണങ്ങിയെന്നോ? ഇണങ്ങിയോന്നോ? അവരിപ്പോ സ്ഥലകാല ബോധം പോലും ഇല്ലാതെ ഭയങ്കര റൊമാൻസിലാ. ഇപ്പൊ ഓഫീസിലേക്ക് പാർവതി എഴുന്നള്ളിക്കാനുള്ള പ്ലാനിലാണ് വിശാൽ. അവരുടെ കൊഞ്ചിക്കൊഴല് കണ്ടിട്ട് എനിക്കങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ഉടനെ ചെയ്യണം ആന്റി. ചേച്ചി, അവളെ അവിടെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ച പിന്നെ നമ്മുടെ കാര്യം ഗോവിന്ദയാണ്. ആ പട്ടിക്കാട് പാർവതിക്ക് കാഞ്ഞ ബുദ്ധിയാ, അത് ഓർമ്മ വേണം. അവളെ അവിടെ കൊണ്ടുപോയി ഇരുത്തിയ പിന്നെ നമ്മൾ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? അത് തന്നെ ഞാനും നിങ്ങളോട് ചോദിക്കുന്നത്. ഇത്രയും കാലം നിങ്ങൾ ഇവിടെ ജീവിച്ചിട്ടും വിശാലിനെ നിങ്ങളുടെ കൺട്രോള് നിർത്തിയിട്ടും ഇപ്പൊ എന്തായി? 4 അക്ഷരം കൂട്ടി വായിക്കാൻ പോലും അറിയാത്ത ആ പട്ടിക്കാട്ടിലെ പാർവതിയെ പിടിച്ച് കമ്പനിയിലെ അധികാര കസേരയിൽ ഇരുത്താൻ പോവാ വിശാല്. അപ്പൊ നിങ്ങളൊക്കെ ആരായി? കോടിക്കണക്കിനുള്ള സ്വത്തിനും ബിസിനസ് കാര്യങ്ങൾക്കും എല്ലാം ഇനി അവളാ അധികാരി. ഇതിൽ പരം ഒരു ഇൻസൾട്ട് ഇനി വേറെ ഉണ്ടാവാനില്ല. നിങ്ങൾക്കൊക്കെ പോയി കെട്ടി തൂങ്ങി ചത്തൂടെ? അതല്ലേ ചേച്ചിയുടെ ഒരു പെർമിഷൻ പോലും ചോദിക്കാതെ വിശാലിന് എങ്ങനെ തോന്നി ഇങ്ങനൊരു ഡിസിഷൻ എടുക്കാൻ? ഇത്രയും ഭീകരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടും ഇവനെങ്ങനെ ഇത്ര പെട്ടെന്ന് മനസ്സ് മാറി പെൺകൊന്നനായത്? പാർവതിയുടെ കൺട്രോളിലാ ഇപ്പൊ വിശാല്. അവൾ എന്ത് പറയുന്നോ അതേ വിശാൽ അനുസരിക്കും. അത്രയും വലിയൊരു ഓഫീസിലെ പൂറ സാരി ഉടുത്ത് ചന്ദനക്കൊറിയും തൊട്ട് എണ്ണമെഴുക്കുള്ള മുടിയായിട്ട് ചെല്ലുന്നൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നേരെ ചൊവ്വെ പൗഡർ ഇടാൻ അറിയില്ല, ലിപ്സ്റ്റിക് എന്താണെന്ന് പോലും അറിയില്ല. ഇവളെങ്ങനെയാ വിശാലിനെ വളച്ചത്? നീ ഈ പൗഡറും ലിപ്സ്റ്റിക്കും ഇടുന്ന സമയത്ത് വിശാലിനെ വളച്ച് കുപ്പിയിലാക്കി കോർക്കിട്ട് അടച്ചിരുന്നെങ്കിലേ ഇപ്പൊ അവളുടെ സ്ഥാനത്ത് നിനക്കിരിക്കായിരുന്നു. അവളെ ഈ വീട്ടിൽ തന്നെ തുരത്തായിരുന്നു. ഞാൻ എത്രയോ തവണ വിശാലിന്റെ മനസ്സ് കീഴടക്കാൻ ട്രൈ ചെയ്തു. പിന്നെ പക്ഷേ വിശാല് മൈൻഡ് പോലും ചെയ്യുന്നില്ല. എന്റെ കാര്യം പോട്ടെ, അവള് കമ്പനിയുടെ തലപ്പത്തിരുന്ന നിങ്ങളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. തെരുവിൽ ഇറങ്ങി പിച്ചെടുക്കേണ്ടി വരും രണ്ടുപേർക്കും. അവളെ കമ്പനിയുടെ തലപ്പത്തിരുത്തി വാഴിക്കാൻ ഈ പ്രഭാവതിയുടെ കൊക്കില് ശ്വാസം ഉണ്ടെങ്കിൽ അനുവദിക്കില്ല. പതുങ്ങിയിരുന്ന് പണിയാനൊന്നും ഈ ജാസ്മിന് കിട്ടത്തില്ല. എനിക്കതിനുള്ള ടൈമും ഇല്ല. അവൾക്കെതിരെയുള്ള എന്റെ പണികള് മിന്നൽ വേഗത്തിലായിരിക്കും. ആന്റി നോക്കിക്കോ. അവളെ തഞ്ചത്തി കിട്ടിയ ആ നിമിഷം ഞാൻ കൊന്നിരിക്കും. പാർവതിയെ കൊന്ന ആ നിമിഷം നിന്നെ ഞാൻ വിശാലിനെ കൊണ്ട് കെട്ടിച്ചിരിക്കും. ഇത് പ്രഭാവതിയുടെ വാക്കാ. വിശാൽ എടുത്തത്
ഒരു ഉചിതമായ തീരുമാനമാണെന്നായി എനിക്ക് തോന്നുന്നത്. അല്ല, അവൾ എന്നും ഈ വീടിനുള്ളിൽ തന്നെ കഴിഞ്ഞാ മതിയോ? പോരാ, പാർവതിയുടെ ജീവിതം ഈ വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങേണ്ടതല്ല. അവളും ഗായത്രിയെപ്പോലെ തന്നെ കാര്യപ്രാപ്തി ഉള്ളവളാകണം. ഗായത്രിയെപ്പോലെ നമ്മുടെ ഓഫീസ് ഭരിക്കാൻ പാർവതിക്കും സാധിക്കണം. അവൾക്കും അത് സാധിക്കും. നീയും ഗായത്രിയും നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങൾ നോക്കി നടത്തിയതുപോലെ ഇനി വിശാലും പാർവതിയും നിങ്ങളുടെ പിന്തുടർച്ചയായി അത് നോക്കി നടത്തിക്കോളും. പാർവതിക്ക് ഇത്തിരി വിദ്യാഭ്യാസത്തിന് കുറവേ ഉള്ളൂ, പക്ഷെ അവള് മിടുക്കിയ. ഓഫീസിലെ കാര്യങ്ങളൊക്കെ അവള് പെട്ടെന്ന് പഠിച്ചോളും. വിശാൽ എല്ലാം അവളെ പഠിപ്പിച്ചു കൊടുത്തോളൂ. എന്താ ഗോപി, നിനക്കിത് കേട്ടപ്പോ സന്തോഷമായില്ലേ? നിനക്ക് സന്തോഷമായെന്ന് എനിക്കറിയാം മോനെ. നിന്റെ ഉള്ളിൽ എനിക്ക് കാണാം. അച്ഛമ്മേ, നീ ഓഫീസിലേക്ക് ഇറങ്ങിയ മോളെ? ഞാൻ ഇറങ്ങാൻ തുടങ്ങാം അച്ഛമ്മേ. അതിനു മുമ്പ് എനിക്ക് അച്ഛമ്മയുടെയും അച്ഛന്റെയും അനുഗ്രഹം വേണം. ഞാൻ അനുഗ്രഹം വാങ്ങാൻ വന്നതാ. ആ മോളെ, നന്നായി വരും മോളെ, നന്നായി വരും. ആ, ഇനി ഗോപിയുടെ അനുഗ്രഹം വാങ്ങിക്കേ. അച്ഛാ, അച്ഛൻ അറിഞ്ഞില്ലേ? ഞാനിന്ന് ഓഫീസിലേക്ക് പോവാ. ഞാൻ ഓഫീസിൽ ചെല്ലണമെന്ന് വിശാൽ സാറിന് വലിയ നിർബന്ധം. ഇവനെല്ലാം അറിയാം മോളെ. ഞാൻ ഇവനോടെല്ലാം പറഞ്ഞു. നീ ഓഫീസിൽ പോകുന്നതിന് സന്തോഷത്തില്ല ഇവൻ. ആണോ അച്ഛാ? അച്ഛൻ മനസ്സുകൊണ്ട് എന്നെ അനുഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് സന്തോഷായി. ഞങ്ങളുടെ അനുഗ്രഹം മാത്രമല്ല മോളെ, ഗായത്രിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. അതെനിക്കറിയാം അച്ഛമ്മ. ഗായത്രിയമ്മയുടെ അനുഗ്രഹം ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും എന്റെ മനസ്സില് ആകപ്പാടെ ഒരു വെപ്രാള. എന്തിന്? ഓഫീസിൽ കൂടെ വരാൻ വിശാൽ സാറ് പറഞ്ഞു. ഞാൻ കൂടെ പോന്നു. പക്ഷേ ഞാൻ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ? അതാലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഗായത്രിയുടെ ആത്മാവ് നിന്റെ ഒപ്പം ഇല്ലേ? പിന്നെ എന്തിനാ നീ പേടിക്കുന്നത്? അതുകൊണ്ട് കൂടുതലൊന്നും ചിന്തിക്കാൻ നിൽക്കാതെ വിശാലിനൊപ്പം പോകാൻ നോക്ക്. വൈകിക്കണ്ട. ദേ, രാഹുകാലത്തിന് മുമ്പേ ഇറങ്ങണം. വാ, പോയിട്ട് വരാച്ചാ. വാ മോളെ. ആ ഗോപി, ഞാൻ ഇവരെ യാത്രയാക്കിയിട്ട് വരാം. വാ മോളെ. രണ്ടാളെ കാണുന്നില്ലല്ലോ. ഇനിയിപ്പോ ഓഫീസിൽ പോകുന്നില്ല എന്ന് പറഞ്ഞ് പാർവതി ഒഴിഞ്ഞു മാറി കാണുവോ? ഐ തിങ്ക് സോ. ഏയ് നോ 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 നോ,
അങ്ങനെ സംഭവിക്കാൻ യാതൊരു സാധ്യതയുമില്ല. വിശാൽ ഒരു കാര്യം പറഞ്ഞ അവളത് വേദവാക്യം പോലെ അനുസരിക്കും. അതല്ലേ പതിവ്. അതവള് തെറ്റിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ വെയിറ്റ് ചെയ്യ. അവളെയും കെട്ടി എഴുന്നള്ളിച്ചുള്ള വിശാലിന്റെ യാത്ര എവിടം വരെ പോകുന്നുവെന്ന് നമുക്ക് നോക്കാം. അവളെ അവൻ ഓഫീസിൽ കൊണ്ടുപോയി കുടിയിരുത്തട്ടെ. ബിസിനസിന്റെ ചുക്കാൻ മുഴുവൻ അവൻ അവളെ ഏൽപ്പിക്കുകയും ചെയ്യട്ടെ. പക്ഷേ ഗായത്രി ദേവിക്ക് പകരമായി പാർവതി ആ ഓഫീസിൽ വാഴില്ല, വാഴിക്കില്ല ഈ പ്രഭാവതി. പ്രവീക്ഷ എന്തിയെന്ന് പറയുന്നേ? കാണാൻ പോകുന്ന കളികൾ കണ്ടു തന്നെ അറിയുന്നല്ലേ സുശീലിച്ച് നല്ലത്. അല്ലേ ചേച്ചി? ഈ കണ്ണ് കാണാത്തളത്തിന് ഓഫീസ് ബാഗും പൊക്കി പിടിച്ച് ഇങ്ങോട്ട് വരുന്നേ? അല്ല, ആരെങ്കിലും ഇവിടെ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ഇവിടെ ആരും ഒന്നും പറഞ്ഞില്ല. ഇയാൾക്കിപ്പോ എന്താ വേണ്ടത്? എന്നാ പറഞ്ഞു. ഒരു പുരുഷനാണ് അത് പറഞ്ഞത്. ആ പറഞ്ഞത് ഞാൻ കേൾക്കുകയും ചെയ്തു. കേട്ടേച്ചല്ല. ഞാൻ ഈ ബാഗും കൊണ്ട് വന്നത് എന്തിനാന്നല്ലേ അറിയേണ്ടത്. ഇത് ഇന്ന് ഓഫീസിലേക്ക് പോകുന്ന പാർവതി മോക്ക് എന്റെ കൈകൊണ്ട് കൊടുക്കണം. പാർവതി മോൾക്കുള്ളതാ ഈ ബാഗ്. അപ്പോ കണ്ണിന് കാഴ്ചയില്ലെന്നേ ഉള്ളൂ. ഇവിടെ നടക്കുന്ന സകലതും അറിയുന്നുണ്ട്. കണ്ണിന് കാഴ്ചയില്ലാത്തവർക്ക് മറ്റ് ചില പ്രത്യേക കഴിവുകൾ ഈശ്വരൻ കൊടുക്കും. എനിക്കും അങ്ങനെ ചില കഴിവുകൾ ഉണ്ടെന്ന് കൂട്ടിക്കോ. അല്ല, പാർവതി മോൾ ഇതുവരെ ഇറങ്ങിയില്ലേ? ഇപ്പൊ ഇറങ്ങിയാലല്ലേ കൃത്യസമയത്ത് ഓഫീസിലെത്താൻ പറ്റൂ. അവള് കൃത്യസമയത്ത് ഓഫീസിലെത്തിയിട്ട് എന്ത് ചെയ്യാനാ? അതെ, അത് തന്നെയാ. ഐ ആം ഓൾസോ തിങ്കിങ് ദി സെയിം. അവൾക്ക് ഓഫീസിനെ കുറിച്ചും ബിസിനസിനെ കുറിച്ചൊക്കെ എന്തറിയാം? കൂടിപ്പോയ ഇവിടെ ക്ലീൻ ചെയ്യുന്ന പോലെ ഓഫീസിലെ മാറാലയും പൊടിയും ഒക്കെ അടിച്ച് വൃത്തിയാക്കാൻ അവക്ക് പറ്റും. അതും അല്ലെങ്കിൽ ഓഫീസിലെ സ്റ്റാഫ്സിന് കുക്കിങ്ങിനെ കുറിച്ചൊരു ക്ലാസ് എടുത്തു കൊടുക്കാം. അതിനപ്പുറം കണക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയാത്ത, വിദ്യാഭ്യാസം പോലും ഇല്ലാത്തവള് അവൾ എന്ത് മലമറിക്കൂന്ന്. ഹലോ ജാസ്മിൻ. നിങ്ങളുടെ ഡിസ്കഷൻ പാർവതിയെ കുറിച്ചാണെന്ന് മനസ്സിലായി. അതെ, ഒന്നും കാണാതെയല്ല ഞാൻ പാർവതി ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നത്. പാർവതിക്ക് ചിലപ്പോ കണക്കും അറിയില്ലായിരിക്കാം, ഇംഗ്ലീഷും അറിയില്ലായിരിക്കാം. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾ എല്ലാവരെക്കാളും ബുദ്ധിയും വിവേകവും അവൾക്കുണ്ട്. തൽക്കാലം അത് മതി എനിക്ക്. ബാക്കിയൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. ഗ്രേറ്റ് ബ്രോ, ഗ്രേറ്റ്. ബ്രോ പറഞ്ഞത് ശരിയാ. പാർവതിക്ക് നല്ല ഇന്റലിജൻസും പ്രാക്ടിക്കൽ സെൻസും ഉണ്ട്. അത് മതി. പാർവതി ഓഫീസിൽ പൊളിക്കും. പിന്നെ എല്ലാത്തിനും നിഴല് പോലെ വിശാൽ ബ്രോ പാർവതിയുടെ കൂടെ തന്നെ ഉണ്ടല്ലോ. പിന്നെന്തിനാ പേടിക്കുന്നേ? പാർവതി വിചാരിച്ചാ അവൾ എന്തും ചെയ്യും. എല്ലാം കൊള്ളാം. അവസാനം വെളുക്കാൻ തേച്ചത് പാണ്ടാവാതിരുന്നാ മതി. അക്കാര്യത്തില് അങ്കിള് ടെൻഷൻ ആവണ്ട, ഞാൻ നോക്കിക്കോളാം.
പോവാം വിശാൽ സർ. ആ പോവാം. മോളെ പാർവതി, മുത്തശ്ശ. മോളെ ഈ ബാഗ് ഞാൻ മോക്ക് വേണ്ടി കൊണ്ടുവന്നതാ. മോൾ ഇത് വാങ്ങണം. അതിങ്ങ് തന്നേക്ക് മുത്തശ്ശ. അപ്പൊ ഇറങ്ങാം. ഇറങ്ങാം. എന്നാ ഞങ്ങള് പോയിട്ട് വരട്ടെ. വാ. ഹേ ബ്രോ, പാർവതിയുടെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ട് പോ. ഓക്കെ വാ. ഇനി ഇവരെ പിരിക്കാൻ ഈ ലോകത്താർക്കും സാധ്യമല്ല. വിശാലിനെയും പാർവതിയും ഞാൻ പിരിക്കും. ഈ സന്തോഷം അധിക നാളുണ്ടാവില്ല. അല്ല, നിങ്ങളും ഓഫീസിൽ പോകുന്നല്ലേ പറഞ്ഞേ? എന്താ പോകുന്നില്ലേ? ഞങ്ങളും പോകുന്നുണ്ട്. ജാസ്മിൻ, പ്രതാപ, വാ നമുക്ക് പോവാം. ആന്റി, അച്ഛമ്മ, ആ പോക്ക് കണ്ടിട്ടെ അച്ഛമ്മയ്ക്ക് എന്ത് തോന്നുന്നു? എന്തോ ഏടാകൂട ഉണ്ടാക്കാനുള്ള പുറപ്പാടാണെന്ന് കണ്ടാലറിയാം. ഓ, സമ്മതിച്ചു തന്നിരിക്കുന്നു. ആ അച്ഛമ്മേ, അപ്പൊ ഇനി ഞാനും ഒന്ന് പോയിട്ട് വരാം. നീ എവിടെ പോകുന്നു? ഞാനും ഓഫീസിലേക്ക് പോവുക. ഓഫീസിലേക്കോ? നീ ഇപ്പൊ എന്തിനാ ഓഫീസിലേക്ക് പോകുന്നേ? ഇന്ന് ഓഫീസില് പാർവതിയുടെ ആദ്യത്തെ ദിവസമല്ലേ? അപ്പൊ ഞാൻ കൂടി അവിടെ ചെന്ന് അവൾക്കൊരു സപ്പോർട്ട് കൊടുക്കാന്ന് കരുതി. എന്താ, അത് വേണ്ടേ? പിന്നെ വേണം 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 വേണം. ചുക്ക് ചേരാത്ത കഷായമില്ലല്ലോ. മാത്രമല്ല, അടുക്കളക്കാരിയെ കാണാതെ ഒരു നിമിഷം പോലും ഇവൾക്ക് ഒറ്റയ്ക്കിരിക്കാൻ കഴിയില്ലല്ലോ. ഇല്ല, കഴിയില്ല. പകരമേ നിങ്ങളുടെ കൂടെയാണ് ഞാൻ കൂടിയിരുന്നെങ്കിലേ എന്നേ ഞാൻ മറ്റൊരു ജാസ്മിൻ ആവുമായിരുന്നു. അവരിൽ നിന്നും രക്ഷപ്പെടാനേ ആന്റിക്ക് ഇനിയും സമയമുണ്ട്. ശരിയല്ലേ അച്ഛമ്മേ? അങ്ങനെ അങ്ങ് മാറിയാൽ അവക്ക് കൊള്ളാം. ഓഫീസിൽ പോകണമെന്ന് നേരത്തെ തീരുമാനിക്കാൻ മേലായിരുന്നോ? എങ്കിൽ നിനക്ക് അവരോടൊപ്പം പോകാമായിരുന്നല്ലോ. ആരോടൊപ്പം? ബ്രോയോടും പാർവതിയോടൊപ്പോ? ആ, അവരുടെ കൂടെ പോയാ പോരായിരുന്നോ? ഏയ്, അതൊന്നും ശരിയാവില്ല. അവര് ഭാര്യയും ഭർത്താവും കൂടെ പോകുന്നതിന്റെ ഇടയില് ഞാൻ എന്തിനാ അച്ഛമ്മേ സ്വർഗത്തിലെ കട്ടുറുമ്പാവുന്നേ? അത് മാത്രമല്ല, പോകുന്ന വഴിക്ക് ബ്രോയ്ക്ക് പാർവതിക്ക് ഓഫീസിലെ കാര്യങ്ങളെ കുറിച്ച് ക്ലാസ് കൊടുക്കാനും ഉണ്ടാവും. അതിന്റെ ഇടയില് ഞാൻ വലിഞ്ഞു കയറി ചെന്നാ അത് വലിയ ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഓ, എന്നാ പിന്നെ പ്രഭാവതിയുടെ ഒക്കെ കൂടെ പോകാൻ പാടില്ലായിരുന്നോ? അയ്യോ, ആ കാറിലൊന്നും ഏതായാലും ഞാൻ പോവില്ല. മൊത്തം നെഗറ്റീവ് എനർജിയാ. ഞാനേ എന്റെ 2 വീലറിൽ തന്നെ പൊയ്ക്കോളാം. ദുശീലാന്റി, സോറി, സുശീലാന്റി വരുന്നോ? ഞാനെന്തിനാ അങ്ങോട്ട് വരുന്നേ? പാർവതിയുടെ തമാശകൾ കാണാനോ? ഞാനില്ല. അച്ഛമ്മ പറഞ്ഞതുപോലെ അമ്മയും അങ്കിളും ആ ഞാഞ്ഞൂലും കൂടി അവിടെ ഉണ്ടാക്കുന്ന ഏടാകുടം കണ്ട് രസിക്കാം. എന്താ, കൂടെ പോരുന്നോ? ദേ ഗാർഗി, എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്, കേട്ടല്ലോ? സുശീലേ, പാർവതി അവിടെ തമാശ കളിക്കാനല്ല പോയത്. അല്ലേ?
പക്ഷേ എട്ടും പൊട്ടും തിരിയാത്ത അവള് ചെയ്യുന്നത് തമാശ തന്നെയാവും. ഹാ, എന്നാണ് നിങ്ങളും പ്രഭാവതി അമ്മയും ജാസ്മിനും ഒക്കെ കരുതുന്നത്. പക്ഷേ പാർവതി നിങ്ങളുടെ ആ ധാരണകളൊക്കെ തിരുത്തി കുറിക്കും. നിങ്ങൾ നോക്കിക്കോ. പാർവതിക്ക് അബദ്ധം പറ്റുന്നത് കാണാനായി ഇവിടുന്ന് പോയ കുറെ പേരുണ്ടല്ലോ. അവരവളുടെ പെർഫോമൻസ് കണ്ട് മൂക്കത്ത് വിരലും വെച്ചോണ്ടാവും തിരിച്ചു വരുന്നത്. കാണാം. കാണും. ആ അച്ഛമ്മേ, ഈ സുശീലാന്റിയെ കൂടുതൽ അടുപ്പിക്കണ്ട കേട്ടോ. ഞാൻ പോയിട്ട് വരാം. ശരി മോളെ. പോട്ടെ. നിന്റെ മനസ്സ് ഇനി നന്നായില്ലേ സുശീലേ? അമ്മ എല്ലാത്തിനും വളം വെച്ചു കൊടുക്കുന്നത്. ആണോ? ആ, എങ്കിലേ കണക്കായി പോയി. കാര്യങ്ങളെല്ലാം കൈവിട്ട് പോവാണല്ലോ. ഞാൻ കളത്തിലിറങ്ങണം. ഐ വിൽ ഷോ യു വാട്ട് am I and who am I.